മ്യൂസിക് ട്രിപ്പ് ഒന്നാം ഘട്ട യാത്രാ വിവരണമാണ് ഈ ഒരു ചെറിയ വീഡിയോ. തിരുവനന്തപുരത്ത് നിന്നും ഫസ്റ്റ് ഡേ ഞങ്ങൾ തീരുമാനിച്ചത് നേരെ നിലമ്പൂരിലേക്ക് പോകാനാണ്. ജംഗ്ഷനിൽ പോയി നോക്കി, രാവിലെ 4:30 യാത്ര തുടങ്ങിയതാണ്. ആരുമില്ല, ഒരു പട്ടിക്കുഞ്ഞുമില്ലാതെ വളരെ ശാന്തമായി ഒറ്റ കിടക്കുന്ന റോഡ്. പ്ലാൻ ചെയ്തിരുന്നത് കൊട്ടാരക്കര, അടൂർ, പന്തളം, തിരുവല്ല, ചങ്ങനാശ്ശേരി ആ റൂട്ടാണ്. അത് കഴിഞ്ഞ് കോട്ടയത്തിന് പകരം കുമരകം റൂട്ട് പിടിക്കാമെന്ന് കരുതി. ഇരു സൈഡിലും പാടങ്ങളും നല്ല ഭംഗിയുള്ള പാലങ്ങളും എല്ലാം കടന്നങ്ങനെ പോകാം. അതായിരുന്നു ശരിക്കുള്ളൊരു പ്ലാന്. കാരണം ഗ്രാമഭംഗി ആസ്വദിച്ചു കൊണ്ടേ തന്നെ യാത്ര തുടരാമെന്നായിരുന്നു പ്ലാൻ. ഞാനും മകനും കൂടിയാണ് യാത്ര. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. നേരെ ഒരു പാലത്തിൻ്റെ മുകളിൽ ഇറങ്ങി നടുതുവർത്തി ഒന്ന് ഉഷാറായി. അവനിറങ്ങി, ഞാനും ഇറങ്ങി. ചുറ്റും നോക്കി, പാടങ്ങളൊക്കെ അതിമനോഹരമായി കിടപ്പുണ്ട്. ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ഇന്നത്തെ യാത്ര ചെയ്യാനായിട്ട്. എന്നിരുന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ ഒന്ന് സെറ്റാക്കി ആ കുമര റൂട്ടിൽ തന്നെയാണ്. ചുറ്റും അമ്പൽ പാടങ്ങളൊക്കെ ഉള്ള കൊച്ചു കൊച്ചു തടാകങ്ങൾ, കൈത്തോടുകൾ, വള്ളം, ഇങ്ങനെ കണ്ടുപോകുമ്പോൾ തന്നെ മനസ്സിന് കുളിർമ കിട്ടുന്ന ധാരാളം കാഴ്ചകളുണ്ട്. ഈ റൂട്ട് നേരെ വൈക്കം, ചെമ്പ്, പൂത്തോട്ട ആ റോഡിലാണ്. ഇതുവഴി കാക്കനാട് വഴി ആലുവ ചാടാനാണ് പരിപാടി. ഈ റോഡ് അതിരാവിലെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ എറണാകുളത്തിൽ പോകുമ്പോൾ പലപ്പോഴും കോട്ടയത്ത് പോകാതെ ലെഫ്റ്റ് എടുത്ത് ഈ വഴി തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു രക്ഷയുമില്ല. ഒരു പ്രഭാത സവാരികൾ, പ്രഭാത റൈഡിന് ഏറ്റവും പറ്റിയ റൂട്ടാണ്. ചുറ്റും കായലും അതുപോലെ തന്നെ നീർച്ചാലുകളും ഇട കൈത്തോടുകളും ഒക്കെ ഉണ്ട്. ഇതൊരു ബോട്ട് ജെട്ടിയാണെന്ന് തോന്നുന്നു. അവിടെ ഇറങ്ങി കുറേ കാഴ്ചകളൊക്കെ കണ്ടു. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ എല്ലാ സൗന്ദര്യവും വെച്ചിരിക്കുന്നത് ഈ ആലപ്പുഴ, കോട്ടയം ഈ ജില്ലകളുടെ ഈ ഭാഗത്ത്. ഒരു നീർച്ചാലിൻ്റെയൊക്കെ വേറെ ലെവലാണ്. ഇപ്പോൾ തന്നെ നോക്കിയപ്പോഴേക്കും ഒരു വള്ളം പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിലൊരു ബോട്ട്. അതൊരു സവാരി ബോട്ടാണ്. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അല്ല, അതൊരു പ്രൈവറ്റ് ബോട്ടാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ നിൽക്കുന്ന പാലത്തിലാണ്. പാലത്തിൻ്റെ അടിഭാഗത്തോട്ട് ഇങ്ങനെ വന്ന് കയറുമ്പോൾ സത്യത്തിൽ ആഗ്രഹിച്ചു പോയി അതിലൊന്ന് കയറാനും അതിലൊന്ന് യാത്ര ചെയ്യാനും ഒക്കെ സത്യത്തിൽ ആഗ്രഹിച്ചു പോയി എന്നുള്ളതാണ് വാസ്തവം. അത്ര മനോഹരമായിരുന്നു. ഇതിങ്ങനെ പാസ് ചെയ്ത് പോയ ഉടനെ ഞാൻ ഓടി അപ്പുറ സൈഡിൽ പോയി. അപ്പുറത്ത് നിന്നപ്പോഴേക്കും അത് ഏകദേശം ഭാഗം പാസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല രസമുണ്ട്. അതിനപ്പുറത്ത് വീണ്ടും ഒരു ബോട്ട് കൂടിയുണ്ട്. കായലോരത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇതിനിടയ്ക്ക് ഈ കക്ക പറക്കി കയറ്റി വൃത്തിയാക്കി ഒരു ലോറിയിലോട്ട് കയറ്റുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 പേര് പണിയെടുക്കുന്നുണ്ടായിരുന്നു അത് കാണാനായിട്ട് ആ ഭാഗത്ത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് ഈ കായലും അല്ലെങ്കിൽ കടൽ സമ്പത്തുകളും. പ്രകൃതി ഇങ്ങനെ വാരിക്കോരി കൊടുത്തേക്കാണ്, നിങ്ങൾക്ക് ജീവിച്ചാൽ മതി. പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും ജീവിക്കാനുള്ള സംവിധാനങ്ങൾ പ്രകൃതിയിൽ നിന്നും കിട്ടും എന്ന് പറയുന്നത് വെറുതെ അല്ല. അത് കൃത്യമായിട്ട് പ്രകൃതി കൊടുക്കും. അത് അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് ഓരോ വ്യക്തിക്ക് ഉണ്ടായാൽ മാത്രം മതി. ഇത് കണ്ടിട്ട് കൗതുകം തോന്നി. കുറേ നേരം ഇത് കണ്ട് അവിടെ നിന്നു. അതിൻ്റെ നേരെ അപ്പുറ സൈഡിലോട്ട് പിന്നെ നടന്നു. അവിടെ ചെന്നപ്പോഴേക്കും നല്ലൊരു പൂക്കളൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ. അവിടെ നിന്ന് കീഴേക്ക് നോക്കിയപ്പോഴേക്കും കുടുംബസമേതം വന്നിട്ട് മീൻപിടുത്തം. ഫാമിലിയാണ് പലരും. അങ്ങനെ നീണ്ടു തീർന്ന് കിടക്കല്ലേ നമ്മുടെ കായലിൻ്റെ സമ്പത്ത്. എടുക്കട്ടെ, ജനങ്ങൾ ആവോളം ഭക്ഷിക്കട്ടെ എന്ന് പ്രകൃതി അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ, വടക്കാഞ്ചേരി, പെരിന്തൽമണ്ണ വഴി നിലമ്പൂരെത്തി. അവിടെ ആദ്യം ചെന്ന ഉടനെ തേക്ക് മ്യൂസിയം കാണാമെന്ന് കരുതി. അപ്പോഴേ മണി 3-3:30 മണിയായി. തേക്ക് മ്യൂസിയം അറിയാം, കേരള ഗവൺമെൻറ്റിൻ്റെ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് മൺഡേ അവധിയാണ്. അതിനകത്തേക്ക് എൻട്രി ഇല്ല. മൺഡേ മാത്രമാണ് അവധി. അല്ലാത്ത ദിവസങ്ങളിൽ ആർക്ക് കയറി ഇതൊക്കെ കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. പറഞ്ഞിട്ട് കാര്യമില്ല. അധികം പേരൊന്നും സന്ദർശിച്ചിട്ടില്ല. എൻ്റെ കൂട്ടുകാരോട് പലരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പലരും ഇവിടെ പോയിട്ടില്ല. ടിക്കറ്റ് കൗണ്ടറൊക്കെ പോയി നോക്കി. ന്യായമായ റേറ്റാണ് പുരുഷന്മാർക്ക്. അതായത് മുതിർന്നവർക്ക് 50 രൂപയേ ഉള്ളൂ. അതിനകത്ത് കാണാൻ 1 മണിക്കൂർ അത്യാവശ്യം ചുറ്റിക്കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. നല്ല പച്ചപ്പുണ്ട്, മുളങ്കാടുകളുണ്ട്, വലിയ വലിയ വൃക്ഷങ്ങളുണ്ട്. അതിനകത്ത് തന്നെ കയറി കുറേ കാണാൻ പറ്റും. ഇതേപോലെ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ശില്പങ്ങളുണ്ട്. ഒരു ശില്പചാതുര്യത്തിൻ്റെ നിറകുടമാണ് ഓരോ കൊത്തുപണികളൊന്ന് കാണാൻ പറ്റും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള വർക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ പോർട്രേറ്റുകളുണ്ട്, വരച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇത് പഴയൊരു വൃക്ഷത്തിൻ്റെ മൂടാണെന്ന് തോന്നുന്നു. നല്ല ഒന്നാന്തര സൈസാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പിടിച്ചാൽ പിടി കിട്ടാത്തൊരു തേക്കാണ് ഇരിക്കുന്നത്. കൂടാതെ പല അളവിൽ മുറിച്ചിട്ട പഴക്കം ചെന്ന തേക്കുകളുടെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കയറി കാണാൻ പറ്റും. ഒരു നെടുകെ ഛേദിച്ചതിൻ്റെ ഒരു വലിയൊരു പീസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും അവിടെ അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ ചെയ്ത വീഡിയോ പോലെ തന്നെ ചിത്രശലഭത്തിൻ്റെ കുറേ കഥകൾ ഇതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഗംഭീരമായ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ മോഹിക്കുന്ന പാനലിങ്ങും അതുപോലെ തന്നെ പറയാൻ വാക്കുകളില്ല.
അത്രയ്ക്ക് തേക്കാണേ, അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ മച്ച് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു രക്ഷയുമില്ല. കണ്ടല്ലോ ആ കൊത്തുപണികൾ ഏറ്റവും മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള, എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഇത്. അതുകൂടാതെ പഴക്കം ചെന്ന തേക്കിൻ്റെ ആ ഒരു ഛേദമുണ്ട്, കാണാൻ പറ്റും അതിൻ്റെ വർഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആയുസും. തേക്ക് 62 ഇയേഴ്സ്. അരിങ്കാവ് ഭാഗത്ത് കൊണ്ടുപോയതാണത്. നമ്മളിവിടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ തമിഴ്നാട് ബോർഡറിലാണ് അരിങ്കാവ്. യാത്രക്കാർക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. ഇത് കൂടാതെ അതിനകത്ത് ചുറ്റി കാണാനായിട്ട് വളരെ നല്ല ആംബിയൻസ് ആണ്. അത്യാവശ്യം ജനങ്ങളത് കാണാനായിട്ട് പല നാടുകളിൽ നിന്നും വരുന്നുണ്ട്, കുടുംബമായിട്ടും കൂട്ടുകാരായിട്ടും വരുന്നുണ്ട്. അതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ പോയി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഈ തേക്കിൽ നിർമ്മിച്ച ഈ കൗശല വസ്തുക്കൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും അതൊരു വേർത്താണ്. ഈ നമ്മുടെ ബൈബിളും ഖുർആനും രാമായണമൊക്കെ വായിക്കാൻ പറ്റിയ ആ ഒരു സ്റ്റാൻഡ്, അതുപോലെ തന്നെ സംഗീതപ്പെട്ടികൾ, ചാരുകസേരകൾ, പറഞ്ഞാലൊടുങ്ങാത്ത ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് സംവിധാനങ്ങളും സംരംഭങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മരുന്ന് പെട്ടി, പണ്ട് കാലം ഉപയോഗിച്ചിരുന്ന മരുന്ന് പെട്ടി, പത്തായം, അത് പല സൈസിലുള്ളത്. പിന്നെ ഇവരെ പോസ്റ്റൽ സാധനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ പല്ലാങ്കുഴി കേട്ടിട്ടുണ്ടാകും, ഒരു പാട്ടൊക്കെ ഉണ്ട് പല്ലാങ്കുഴിയെക്കുറിച്ച്. അങ്ങനെയുള്ള സംവിധാനം ഞാൻ ഒരുപക്ഷെ എനിക്കൊന്ന് നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് തോന്നുന്നു. കുട്ടിക്കാലത്ത് നിന്നോ കണ്ടൊരു ഓർമ്മയുണ്ട്. അത് ഒരു വീട്ടിൽ പോയപ്പോഴേക്കും, പഴയൊരു തറവാട്ടിൽ പോയപ്പോഴേക്കും. അത്യാവശ്യം ജനക്കൂട്ടം ഉണ്ടെങ്കിലും അത്യാവശ്യം നിശബ്ദതയാണ് അതിനകത്ത്. പിന്നെ ടീ ടൈം, അവിടുത്തെ തേക്കിലുണ്ടാക്കിയ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരെണ്ണം വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കില്ല, നമ്മളെ ബഡ്ജറ്റിലൊന്നും താങ്ങുന്ന കാര്യങ്ങളല്ല. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തേക്കിൻ്റെ വേരുകൾ ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ എൻട്രി, അതിനകത്ത് വേറെ സ്ഥലമുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല മനോഹാരിതയാണ്. ഈ ഒരു ജൈവ വിഭവ ഉദ്യാനം, അത് പ്രത്യേക ഒരു സോണാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. കയറുമ്പോൾ ഇടത് സൈഡിൽ തന്നെ ഒരു വള്ളികൾ, ഇങ്ങനെ ഒരു വള്ളിക്കെട്ടാണ്. വള്ളിക്കുയിലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടും, ആ പാട്ടൊക്കെ ഓർമ്മ വരും. നിറച്ചൊരു വനഭീതി ഉണർത്തുന്ന കുറേ വള്ളികൾ ഇങ്ങനെ കുരിയും കിടപ്പുണ്ട്. വള്ളിച്ചെടികളുടെ ഒരു സൂത്രപ്പണിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. അവിടെ മുഴുവൻ കയറി കണ്ടു, പറഞ്ഞേ പറ്റൂ. നല്ല രസമുണ്ട് അത് മുഴുവൻ കാണാൻ. വലിയ ചൂടൊന്നുമില്ല. വൈകുന്നേരം ഇപ്പോൾ ഈ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാകും. വലിയ ചൂടോ ബുദ്ധിമുട്ടോ എനിക്ക് അവിടെ അനുഭവപ്പെട്ടിട്ടില്ല. കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ. അത്യാവശ്യം ജനങ്ങൾ അവിടെ ഒന്ന് ഇരിപ്പുണ്ട്. ഓരോ ഭാഗത്ത് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അവിടെ ഉണ്ട്. വലിയ ബട്ടർഫ്ലൈ ഒന്നും കണ്ടില്ല, എന്നിരുന്നാലും അതിനകത്തൂടെ ആ ഒരു കല്ല് വിരിച്ച പാതയിലൂടെയൊക്കെ നടക്കുമ്പോൾ കുഞ്ഞു ഒരു ചെറിയൊരു പൂച്ചട്ടികൾ, എന്തായാലും പറയാം, ഒരു പൂക്കുളമൊക്കെ അവിടെ ഉണ്ട്. ഈ മുകളിലും താഴെയും സൈഡിലുമൊക്കെ ചെടിയും താഴെ നടപ്പാതയും കൂടി ആകുമ്പോഴേക്കും ഒരു പ്രത്യേക വൈബ്. ഇതിന് പല ഭാഗത്തായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഇത് കാണാൻ വന്നിരിപ്പുണ്ട്. അത് കാണാനുണ്ട്, അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. ഇത് നടന്നു കഴിഞ്ഞാൽ അവിടെ മേളിലോട്ടൊരു കയറാൻ്റെ സ്റ്റെപ്പിൻ്റെ ഒരു സംവിധാനമുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇതൊരു ഷോർട്ടായിട്ട്. പക്ഷേ ഇതതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല രസമാണ്. അതിൻ്റെ ഏകദേശം ഒരു എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ പ്ലാനിങ് കാണാൻ പറ്റും. പക്ഷേ എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായി തോന്നിയതും ഒരു ഐ ക്യാച്ചിങ് സെറ്റപ്പും തോന്നിയത് ഈ ഭാഗമായിരുന്നു. പിന്നെ അവിടെ നേരെ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങി നടന്ന് വള്ളിക്കുടിൽ വഴി തന്നെ തിരിച്ച് പുറത്തോട്ടിറങ്ങി നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നാളെ പുതിയ യാത്രകൾ ചെയ്യേണ്ടതാണ്. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ബൈ.